ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഡിസംബർ 25 കേട്ടോ. ലോകത്ത് എല്ലായിടത്തും ക്രിസ്മസ് ആൾക്കാർ ആഘോഷിച്ച് ഇപ്പോൾ കുറേ ആൾക്കാർ ആഘോഷിച്ച് ഓഫായി കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡെലിവറി ബോയ്സിന് ഓൾറെഡി സ്പെഷ്യൽ സർജറി ഒക്കെ ഉണ്ട്. ഇന്ന് തൊട്ട് 25 തൊട്ട് 1-ാം തീയതി സർജറി ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വേണ്ടി ഇപ്പം ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനായിട്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ ആയാലും അവരൊന്നും അവരുടെ വീട്ടിൽ പോവാതെ ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് ആയാലും ഡെലിവറി ബോയ്സ് ആയാലും നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും കരുതലോടെ കൂടി കുറേ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മാത്രമല്ല, നമ്മളിന്ന് വർക്ക് ചെയ്യുക മാത്രമല്ല, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവർക്കും ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ആർക്കല്ല, കൊട്ടാരക്കരയിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കൊട്ടാരക്കരയിലാണ്. അപ്പോൾ കൊട്ടാരക്കരയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡെലിവറി ബോയ്സിനും നമ്മുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ആദ്യം നേരെ പോയി നമ്മുടെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണം. എന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ടോപ്പ് ബോക്സിൽ ലോഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡെലിവറിക്ക് പോകുന്ന വഴിയിൽ, ഓർഡർ എടുക്കാൻ പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന എല്ലാ ഡെലിവറി ബോയ്സിനും നമ്മുടെ വക ഒരു ക്രിസ്മസ് കേക്ക് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും വക നമ്മൾ ഒരു കേക്ക് എടുക്കാൻ പോവാണ്. അപ്പം ഞാനിത് കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ആലോചിച്ചാണ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് റെന്റ് എടുത്ത് നമ്മൾ താമസിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അധികം അടിപൊളി കേട്ടോ. ഇവിടെ ലണ്ടൻ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം കാശ് നമ്മൾ കാണത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ റെന്റിന് ഒരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ എനിക്ക് ഏകദേശം ഒരു 60% നമ്മുടെ റെന്റ്, 60 ഇത്രയും വരത്തില്ല, എന്നാലും റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചിലവാക്കുക. അതുകൊണ്ട് അന്ന് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പം മസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് ഈ വർഷം 2023. കസ്റ്റമേഴ്സിനില്ല, നമ്മൾ കസ്റ്റമേഴ്സിന് സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ അത്രയും സാധനം വാങ്ങിക്കാനുള്ള ഫണ്ട് നമുക്ക് ഇതുവരെ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് തൽക്കാലം ലക്ഷ്മിയിലൊന്ന് കയറി നോക്കാം. നമ്മൾ നോക്കുന്ന കേക്ക് ഇവിടെ ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോവാം. സൂപ്പർ, അടിപൊളി. അങ്ങനെ നമ്മുടെ ഒരു എന്താ പൊന്നോ ടോപ്പ് ബോക്സ് ഇത്രയും വെയിറ്റ് താങ്ങുന്നുണ്ടോ? അടിപൊളി. അപ്പം നമ്മുടെ ബൈക്ക് ഇതാണ് കേട്ടോ. നമ്മുടെ ബൈക്ക് കുറേ സെറ്റപ്പുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ടോപ്പ് ബോക്സ് വെച്ചിട്ടുണ്ട്, പിന്നെ പുതിയ ടയർ ഇട്ട്. പിന്നെ ഏറ്റവും എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഫോഗ് ലാമ്പാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് തൽക്കാലം ഒന്ന് പെട്ടെന്ന് നോക്കി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. ടോപ്പ് ബോക്സ് നമ്മൾ നീറ്റായിട്ട് സെറ്റ് ചെയ്ത് RM5 തന്നെ ക്യാരിയറാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം വെച്ചത്. അതുകൊണ്ട് ഇത്ര നീറ്റായിട്ട് സെറ്റ് ചെയ്ത്, കാരണം നമുക്ക് എടുക്കാനായിട്ട് എക്സാമ്പിളുകളൊന്നും ഇല്ലായിരുന്നു. വേറെ RM5 ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ടോപ്പ് ബോക്സ്. ഹിമാലയ പോലത്തെ ബൈക്കുകളിലെ കൂടുതലും ടോപ്പ് ബോക്സ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഓർഡറൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതുപോലെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഒരുപാട് കിട്ടും. നോക്കട്ടെ, കാപ്പലുണ്ട്. അടിപൊളി വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. ടോപ്പ് ബോക്സ് വെച്ച് നമ്മൾ ഇത്രയും വെയിറ്റ് ആദ്യമായിട്ടാണ് കയറുന്നത്. അത് ചെറിയൊരു പിടുത്തമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്കത് ഫീൽ ചെയ്യും. അടിപൊളി. നമുക്ക് എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഓർഡർ വരുമ്പം കാണുന്ന എല്ലാ ഡെലിവറീസൊക്കെ കൊടുത്തു കൊടുക്കണം. അടിപൊളി. നമുക്ക് തൽക്കാലം ആദ്യം നമ്മൾ KFCയുടെ അടുത്തോട്ട് പോകാം കേട്ടോ. ഒരു ഓർഡർ ഇപ്പം വരുവാന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഓർഡർ വരുന്നതിന് നമുക്ക് ലക്ഷ്മി അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. നമുക്ക് KFCയിലോട്ട് പോകാൻ എന്തായാലും ക്രോസ് ചെയ്യണം. നല്ല തിരക്കാണ് ഇനിയിപ്പോൾ വൈകിട്ട്. ഇന്ന് രാവിലെ തൊട്ടേ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡെലിവറി ബോയ്സ് ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അവരുടെ വീട്ടിൽ പോലും പോവാതെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. അവർക്കെല്ലാവരും ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റിയത് ആണ്ടൊരു ഡെലിവറി ബോയ്ക്കും. നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരന് കൊടുത്തിട്ടാണ് പോവാം. ഒരു സെക്കൻഡ് പോവല്ലേ, രണ്ടുപേരും പോവാൻ നിൽക്കുക.
ഹാപ്പി ക്രിസ്മസ്. ഞങ്ങള് ഡെലിവറി ബോയ്സിന് എല്ലാവർക്കും വേണ്ടി ഒരു ക്രിസ്മസിന് ലോൺ ഉച്ചയ്ക്ക് ഇറങ്ങാണോ രാവിലെ ഇറങ്ങാണോ? ഓക്കെ, ഞാൻ പോയി തരാം. അടിപൊളി, പ്രത്യേക സന്തോഷം. പോകല്ലേ? ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഡെലിവറി ബോയ്സിനെല്ലാം ഞാൻ കൊടുക്കുന്നത് ക്രിസ്മസ് കേക്ക്. രാവിലെ ഇറങ്ങിയാണോ? ആയിട്ട് ഇറങ്ങിയാണോ? ഓക്കെ ഓക്കെ, ഞാൻ പോകേണ്ട പോവായിരുന്നു. അപ്പം രണ്ടുപേര് കണ്ടിട്ട് കൊടുത്തിട്ട് പോകാൻ കുറച്ചൊന്നാണ്. ഹാപ്പി അടിപൊളി. നമുക്ക് KFC-ലോട്ട് പോവാം. ദാണ്ടേ പുള്ളിക്കാരൻ ദാണ്ടൊരാൾ വയ്ക്കുന്നു. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഓർഡറിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന വളരെ വെയിറ്റ് ചെയ്യാം. ബ്രോ, ഹാപ്പി ക്രിസ്മസ്. ഡെലിവറി ബോയ്സിന് എല്ലാം കൊടുക്കണേ ക്രിസ്മസ് ആയിട്ട് കേക്ക്. ഞാൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ കൂടെ നിർത്തിയാ. ഒന്നുമില്ലല്ലോ, ഞാൻ ഡെലിവറി ബോയ്. ഞാൻ ജസ്റ്റ് ക്രിസ്മസ് ആയിട്ട് തന്നെയാ, ഡിസംബർ ആയിട്ട്. ഡെലിവറി ബോയ്സിനല്ല, നമ്മൾ വർക്ക് ചെയ്യല്ലേ രാവിലെ ആയിട്ട്. നമ്മൾ ക്രിസ്മസിന് ഗിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഓർഡർ ഉണ്ടോ? രാവിലെ ഇറങ്ങിയോ? അതാ. ഇനിയിപ്പോ രാത്രി ആൾക്കാർ കൂടുതലും പുറത്തിറങ്ങാൻ ശ്രമിക്കുക അല്ല. ഇന്നും കുറച്ചു പേരൊക്കെ വീട്ടിൽ തന്നെ കിടക്കും മടിച്ചിട്ട്. പുറത്ത് ഓർഡർ കാണും. ആവട്ടെ, ഓക്കെ. ഇനി നമുക്ക് ഇവിടെ കുറെ ഡെലിവറി ബോയ്സ് ഉണ്ട് കേട്ടോ. 3 പേരുണ്ട്. നമുക്കപ്പോ ഇവർക്ക് ആദ്യം കൊടുക്കാം. അവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ കൊട്ടാരക്കര ഇവിടെ നമ്മളെ വെയിറ്റിംഗ് ഷെഡ് മിക്കവരും കൂടുന്ന ഒരു സ്ഥലം വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ചാർജിങ് പോയിന്റിലാണ്. കാരണം നമുക്കിവിടെ നിൽക്കാൻ പ്രത്യേകിച്ച് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പം ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഇവിടെ ആയിരിക്കും എല്ലാവരും ഇരിക്കുക മോസ്റ്റ്ലി. കാറുകളൊക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലം ക്ലോസ് ചെയ്യണമല്ലോ. മൂന്ന് പേരുണ്ട്. ഒരു പോകുന്നതിന് തന്നെ കൊടുക്കണം. സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കത്തില്ല കേട്ടോ. കാരണം നമുക്കൊന്നും അങ്ങനെ ആരും അങ്ങനെ ഗിഫ്റ്റ് തന്നിട്ടില്ല. സോ ആരും അങ്ങനെ പ്രതീക്ഷിക്കത്തില്ല നമുക്ക് ആരെങ്കിലും കൺസിഡർ ചെയ്യുമെന്നിങ്ങനെ. എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 2 3. ഹാപ്പി ക്രിസ്മസ്. ഞാൻ എല്ലാവരും നമ്മുടെ ഡെലിവറി ബോയ്സിനെല്ലാം കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വർക്ക് ചെയ്യുന്നില്ലേ സൊമാറ്റോ? വീഡിയോ ഉണ്ട്. എല്ലാവരും കൊടുക്കാന്ന് വെച്ചാൽ ഹാപ്പി ക്രിസ്മസ്. വർക്ക് ചെയ്തേ വൈകിട്ട് ഇറങ്ങുള്ളോ? വർക്ക് ചെയ്യുന്നില്ലേ? സ്വിഗ്ഗിയാണോ? ഇറങ്ങുള്ളോ? ഹാപ്പി ക്രിസ്മസ് ബ്രോ. ഇറങ്ങുള്ളോ? യൂണിഫോം കിട്ടിയില്ലയോ? കുഴപ്പമില്ല, ഞാൻ ചോദിച്ചേ. ഓക്കെ, അവിടെ പോട്ടെ. ഇവിടെ അല്ലേ നമ്മളെല്ലാരും നിൽക്കുന്നത്. അപ്പൊ എല്ലാരും കണ്ടോ കൊടുക്കാൻ വരും. ചേട്ടാ ഹാപ്പി ക്രിസ്മസ്. എന്തോ വണ്ടി? ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഞാൻ സ്വിഗ്ഗി വർക്ക് ചെയ്യുന്നതാ. നമ്മളെ ഒട്ടാക്കിലുള്ള എല്ലാ ഡെലിവറി ബോയ്സിനും കേക്ക് എന്തെങ്കിലും ഹാപ്പി ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി. ഓർഡർ ഉണ്ടോ? എപ്പോ ഇറങ്ങ? രാത്രി ഓർഡർ ആണ്. ഇപ്പൊ എല്ലാരും പുറത്തിറങ്ങുന്ന സമയല്ലേ ആൾക്കാര്. അതാ വെയിറ്റ് ചെയ്യാം. ശരിയോ? സ്വിഗ്ഗി വർക്ക് ചെയ്യുന്നു. സ്വിഗ്ഗില്. ശരിയോ? ഈ പൊളി. ഇപ്പൊ എത്ര കേക്ക് കൊടുക്കാൻ ഞാൻ എണ്ണിയില്ല കേട്ടോ. പക്ഷെ നിങ്ങളെ ക്യാമറ ഒരുപാട് ഷേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ക്യാമറ ഹെൽമെറ്റ് മൗണ്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ തല ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കലും എനിക്കാണെങ്കിൽ കുറെ അധികം ഞാനാണെങ്കിൽ കുറെ അധികം ഡയറക്ഷനിലോട്ട് ഇങ്ങനെ നോക്കി എടുക്കും കേട്ടോ. കുറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ. അതുകൊണ്ട് ഹെൽമെറ്റ് കൂടുതലും തെക്ക് വടക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട് ക്യാമറ.
സോ അതൊന്ന് ക്ഷമിച്ചു കേൾക്കണം എല്ലാവരും. ക്യാമറ തെക്കുവടക്ക് അധികം പോകുന്നുണ്ടെങ്കിൽ അതാ സംഭവം. അടിപൊളി. സത്യം പറഞ്ഞാൽ ഓർഡർ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുക കമ്പനി പറയുന്ന പോലെയൊക്കെ നമുക്ക് കിട്ടുമെന്ന്. കമ്പനി പറയുന്നത് 120 ഓർഡർ എടുത്താൽ 9,800 രൂപയാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യണമെങ്കിൽ 18-20 സംതിങ് രൂപയാണ് പറയുന്നത്. ഈ ഡിസംബർ 25 തൊട്ട് 1-ാം തീയതി വരെ. 1-ാം തീയതി വരെ. അപ്പം അതിന് എത്ര പ്രാക്ടിക്കലാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ അപ്ഡേറ്റ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണ്ടെ ഇന്ന് മൊത്തത്തിൽ 2 ട്രിപ്പ് ഉണ്ടായാലും ഒരു ട്രിപ്പ് ഞാൻ ഡെയിലി ട്രിപ്പായിട്ട് യൂസ് ചെയ്യും. അതിപ്പോൾ മൊത്തത്തിൽ ഇന്ന് 2.5 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. പിന്നെ ഒരു ട്രിപ്പ് ഞാൻ ഒരു വീക്കിൽ എത്ര ഓടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു ട്രിപ്പ് അങ്ങനെ തന്നെ റീസെറ്റ് ചെയ്യാതെ വെച്ചേക്കും. ഒരാഴ്ച, അടുത്ത ഞായറാഴ്ച ഉള്ളൂ. ഇന്ന് തിങ്കളാഴ്ച ഇല്ല, അടുത്ത ഞായറാഴ്ച ഞാൻ റീസെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒന്ന് ഡെയിലി. അപ്പോൾ എനിക്ക് ഡെയിലി എത്ര ഓടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് വീക്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പോൾ നേരെ ഇനിയിപ്പോൾ പെട്രോൾ പമ്പിലോട്ട് പോകാം. വണ്ടി റിസർവിലായി. ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ജോബ് അവസാനാണ് 21 രൂപ. വിജയാസിലാണ് കേട്ടോ. നമുക്ക് എന്തായാലും അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. സെൽഫി ചിക്കൻ ഷവർമ റോൾ 63.38. 2 ചിക്കൻ ഷവർമ റോൾ. താങ്ക് യു. ആദ്യം ഫുഡ് റെഡിയായിരുന്നു. കോഡ് വേണം അവരുടെ അടുത്ത്. ഓക്കെ, കോഡ് വേണം, വെരിഫിക്കേഷൻ കോഡ്. നല്ല ഓർഡർ ചെയ്യാൻ പറ്റും. ചേട്ടാ വെരിഫിക്കേഷൻ കോഡ് 63.38 കോഡ് 60. ഷവർമ. ഓക്കെ, ക്യാഷ് ഓൺ ഡെലിവറിയാ. അതിവിടെ കാണിച്ചു കാണുന്നത്. കളക്ട് ഫ്രം കസ്റ്റമർ 240 രൂപ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ 3 കേക്കും കൂടെ ഉണ്ട്. നമ്മുടെ ബാക്കി ചേട്ടന്മാരായി കാണുമ്പോൾ നമുക്ക് അവർ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ലൊക്കേഷനിലോട്ട് പോകാം. ഇന്നലെ നമ്മൾ സെയിം ലൊക്കേഷനിലാണ് കസ്റ്റമർ. അടിപൊളി. ക്യാഷ് കളക്ട് ചെയ്യണം 240. എന്നുവെച്ചാൽ 240. ഹാപ്പി ക്രിസ്മസ്. കറക്റ്റ്. ഇന്നത്തെ നമ്മുടെ 2ാമത്തെ ഓർഡർ അസൈനായിട്ടുണ്ട്. ഇതായിട്ട് സംസമിലാണ്. വണ്ടി വെക്കാൻ സ്ഥലമില്ലല്ലോ. അവിടെ ഒരു ഡെലിവറി ബോയ് ഉണ്ട്. പുള്ളിക്ക് നമ്മൾ കേക്ക് കൊടുക്കാത്ത ഒരാളാണ് കേട്ടോ. നമ്മൾ പുള്ളി ഇതുവരെ മീറ്റ് ചെയ്തില്ല. ഐ തിങ്ക് അങ്ങനെ ഇന്നത്തെ 2ാമത്തെ ഓർഡർ അസൈൻ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സംസമിലാണ്. ഒരു ഡെലിവറി ബോയ് ഉണ്ട് കേട്ടോ. അതിലാണ് നമ്മുടെ പ്രതീക്ഷ. ബ്രോ ഹാപ്പി ക്രിസ്മസ്. നേരത്തെ തന്നായിരുന്നോ? ഇല്ലല്ലോ, നേരത്തെ നമ്മൾ മീറ്റ് ചെയ്തായിരുന്നോ? ഇല്ല. ആവുമ്പോ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് ആയിട്ട്, വലിയ ദിവസം എല്ലാവർക്കും. അപ്പൊ എല്ലാരും കാണുമ്പോ ഓർഡറിന് ഞാൻ പോകുന്ന വഴി കൊടുത്തു തോന്നിയായിരുന്നു. ഇവിടെ ഇതുവരെ ആയില്ല. 2ാമത്തെ ഓർഡർ റെഡി ആയില്ല. വെയിറ്റ് ചെയ്യാം. പാർട്ട് 6 മണി തൊട്ടേ ഉള്ളു. രാവിലെ ഇറങ്ങിയോ? ഓർഡർ ഉണ്ടായിരുന്നോ? റെഡി.
ആ യെസ് യെസ്, ഇപ്പം എനിക്ക് ഓർമ്മ വന്നു. ഇഷ്ടംപോലെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമല്ല ഇതിലും. പക്ഷെ എനിക്ക് കൂടുതൽ ടിപ്പ് കിട്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിലാണ് കേട്ടോ. ഒരുപാട് കുറച്ചും കൂടെ എനിക്ക് എക്സിക്യൂട്ടീവ് ആൻഡ് റിച്ച് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അത് മോശം പറഞ്ഞല്ല, അങ്ങനല്ല, പക്ഷെ കുറച്ചും കൂടെ അങ്ങനെ പൈസ നോക്കാതെ ഓഫർ നോക്കാതെ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്, അത് ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്ത സിറ്റികളിൽ വെച്ച് കൊട്ടാരക്കരയുണ്ട്. ചെറിയ സിറ്റി ആണെങ്കിൽ പോലും കുറേ ആൾക്കാർ കാശുകാരാണോ അങ്ങനെ പറയാൻ പറ്റൂല, എനിക്കറിയത്തില്ല. പക്ഷെ ഓഫറൊന്നും നോക്കാറില്ല ആൾക്കാർ, ഇഷ്ടമുള്ള ഫുഡ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഓഫറുള്ള കടയിൽ നിന്ന് അധികം ഓർഡറുകൾ അങ്ങനെ നിർബന്ധമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പക്ഷെ തിരുവനന്തപുരത്തൊന്നും അങ്ങനല്ല. ഓഫർ ഉണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് മാത്രമേ നമുക്ക് ഓർഡറുകൾ കാണൂ കൂടുതലും. ഇതാണ് എന്ത് ലോക്കിട്ടൊക്കെ അഞ്ജലി, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. കസ്റ്റമേഴ്സിന് നമ്മൾ പേര് ചോദിച്ചാൽ കൊടുക്കണം കേട്ടോ, അത് മസ്റ്റാണ്. എനിക്കറിയാം ചിലപ്പോൾ ആൾക്കാർ ആലോചിക്കുന്നുണ്ടോ ഇപ്പൊ എന്തിനാ കസ്റ്റമറിന്റെ, എന്തായാലും ഒരാൾ ഇറങ്ങി വന്നതല്ലേ പേര് ചോദിച്ചിട്ട് കൊടുക്കുന്നത്, പേരെന്തിനാ പറയുന്നതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഓർഡർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് അടുത്തടുത്ത 2 വീഡിയോകളിൽ തന്നെ കണ്ട, എൻ്റെ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പേര് പറഞ്ഞിട്ട് പോലും ആ വാങ്ങിച്ച കസ്റ്റമർ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടിലും അതേപോലെ പേരുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെ വരാം, അങ്ങനെയും വരാം. പിന്നെ മാത്രമല്ല അപ്പുറത്ത് ഇപ്പുറത്തൊന്നും കസ്റ്റമർ മാറിപ്പോ, നമ്മൾ പേര് ചോദിക്കാതെ ഒരാൾ ഇറങ്ങി നിൽക്കുന്ന നേരത്തെ കയ്യിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഫ്രണ്ട് വന്നിട്ട് എന്തിനാ ഒരു പേര് ചോദിക്കുന്നതെന്ന്. പക്ഷെ അതിന്റെ കാര്യം ഇതാ, നമ്മൾ കൺഫേം ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഫുഡ് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ നമുക്കാണ് ഭയങ്കര പ്രശ്നം. നമ്മുടെ കയ്യിൽ നിന്ന് അതിന്റെ ഫീസ് ചാർജ് ഈടാക്കും. ഇത്ര ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ, വലിയ ലോങ് ഓർഡർ കേട്ടോ, 112 രൂപ, 14 കിലോമീറ്റർ. ചേട്ടൊരു അൽഫാം ഫുള്ളും ഷവർമ റോള് 3. ആ ഓക്കെ, ആ ഇതാണോ, താങ്ക് യു. അയ്യോ, ആദ്യം ഉണ്ട് ഇത്രയും വലിയൊരു ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ കിട്ടുന്ന 1080 രൂപ നമ്മൾ കസ്റ്റമറിനെ കളക്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ LTD 240 ഇതെല്ലാം നമുക്കിപ്പോൾ കൈ തന്നെ വെക്കാം കേട്ടോ. ക്യാഷ് ഓർ ആയിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും. അത്രയും ക്യാഷ് നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കിട്ടും. എങ്ങനെയാണ് ക്യാഷ് സേവ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ എന്തായാലും പറയാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ കവർ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഞൻകടവ് പാലോ അങ്ങനെ പാലമാണ് കേട്ടോ, അങ്ങനെയാണോ വായിക്കുന്നത്, ഞൻകടവ് പാലം എന്നാണ് തോന്നുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ പുത്തൂരെത്തി, പുത്തൂരിന്ന് മണ്ണടി ഇവർക്കല്ല ലിങ്ക് റോഡ് എന്നാണ് എഴുതിയേക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് വായിക്കാൻ ഇംഗ്ലീഷിലാണ്ട് മലയാളത്തിൽ പോലും പറയുന്ന വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. എന്തായാലും കിടിലം റൈഡായിരുന്നു. ഇനി 4 കിലോമീറ്റർ കൊണ്ട് പോകട്ടോ, 4.2 ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ട്രിപ്പ്. ഷോർട്ട് ട്രിപ്പിനൊക്കെ ബെസ്റ്റ് നമുക്ക് ലോങ് ആണ്. കാരണം നമ്മൾ കുറെ നേരം ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാം, എങ്ങും ഇറങ്ങണ്ട, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിക്കും ലോങ് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് പിന്നെ ലോങ് പ്രിഫർ ചെയ്യും. നമുക്കങ്ങനെ പ്രിഫർ ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞതാണ്. അരവിന്ദ സദനം അവിടെ ഇവിടെ മാത്രം നമ്മൾ ലൈറ്റ് ഓഫ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത്ര പ്രശ്നം വരത്തില്ല. ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് താഴോട്ടാണോ 2 വീഡിയോ ഉണ്ട്. ഒരു ഇറക്കവും കയറ്റമൊക്കെ വരുമ്പോഴേ ആൾക്കാരുടെ കണ്ണിലോട്ട് നല്ലോണം വെട്ടമടിക്കും കേട്ടോ, അതാ. അപ്പോൾ അവർക്ക് നിന്നു പോവും. അപ്പം മാത്രം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ അത്ര ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല കേട്ടോ ലൈറ്റ്. പക്ഷെ ഇതിൽ കാണുമ്പോൾ നല്ല പ്രകാശം ഉണ്ടാവും. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഫീലാണ് കേട്ടോ, നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ എല്ലാ ആമസോണിന്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ എന്തായാലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ലൈറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ജാക്കറ്റ്, ഹെൽമെറ്റ് എല്ലാം ഈ വീടാണെന്ന് തോന്നുന്നു. ഡാൽമേഷൻ 1000 അടിയിൽ പിടിച്ചാണ്. താങ്ക് യു. ചെറിയൊരു ആക്സിഡന്റ് നോക്കാച്ചേട്ടൻ എണ്ണിക്കാൻ വയ്യ, പുതിയ വീണാണ്.
നടു പോകേണ്ടൊന്നും പാവം. മണ്ണടി വന്ന് മണ്ണടിയിൽ നിന്ന് ഇപ്പം താണ്ട് നമ്മൾ അതിനകത്ത് ഹൈവേയിൽ കയറി കേട്ടോ, നാഷണൽ ഹൈവേ കയറി. നമ്മളിപ്പോ കണ്ടില്ലേ, ഞാൻ ഇപ്പം പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഫോഗ് ലൈറ്റിന്റെ പ്രയോജനം എന്തോ. നമ്മളിപ്പം ജസ്റ്റ് തൊട്ട് മുന്നേ ഹൈവേയിൽ കയറുന്നതിന് മുന്നേ ഞാനിപ്പം കണ്ടായിരുന്നോ, ഞാനിപ്പോ കാണിച്ചാൽ നിങ്ങളെ ഒരു ചേട്ടൻ റോഡിൽ വീണിട്ട് നടു പോയി, പാവം പിടിച്ചു തന്നെ നടു പിന്നെയാണ് എന്തോ പറ്റി, ആ കട്ടർ വീണ് തെറിച്ച് വീണതാ. പണിയൊക്കെ കഴിഞ്ഞ് വന്ന കേട്ടോ, ടൂൾസ് അവിടെ എന്തോ വെൽഡിങ്ങിന്റെ എന്തോ മെഷീൻ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. പിന്നെ ക്രിസ്മസ് ആയിട്ട് അവർ എവിടെയോ പണിക്ക് പോയിട്ട് വന്നയാ പാവങ്ങള്. ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ. ഇതുകൊണ്ടാണ് കാരണം പുള്ളി കാണുന്നത് അവിടെ ഫുൾ ഇരുട്ടാണ്. നമ്മൾ പെട്ടെന്ന് ആ കുഴിയുടെ അടുത്ത് എത്തുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത്. അത് നല്ല വിധേല നമുക്ക് അത്യാവശ്യം ഫോഗ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഒക്കെ നല്ലതാണെങ്കിൽ നമുക്ക് നേരത്തെ അത്യാവശ്യം ഒന്ന് വെട്ടിച്ചു മാറ്റാനെങ്കിലും പറ്റും. ആ കുഴിയിലൊക്കെ നമ്മളിപ്പോ സ്പീഡിൽ വന്ന് ഏത് വണ്ടിയാണെങ്കിലും നമ്മുടെ ഈ സാധനം ഇരിക്കുന്നോണ്ട് അത് ഒടിയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നടു എന്തായാലും ഒടി. ആ ചേട്ടന് നടു മിന്നിട്ട് എണ്ണിക്കാൻ വയ്യ ആ കുഴിയിൽ ആ വീണ സ്ഥലത്ത് എന്ത് വേദനയായി കാണും. നമുക്ക് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട്. 20 രൂപ ടിപ്പുണ്ട്. റോസ് ബൗൾ അടിപൊളി പിടിച്ചോട്ടെ. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ആ താങ്ക് യു. അല്ല 670 സെക്കൻഡ്. 670 ഇത് 600. ഇത് 600. 70 കൂടെ വേണം. 70 ക്രിസ്മസിന്റെ ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് അടിപൊളിയാണ്. നമുക്ക് ഓർഡർ കുറച്ച് കിട്ടുകയാണെങ്കിലും അതിലുപരി കുറെ സന്തോഷം കിട്ടി. കാരണം കുറെ ഡെലിവറി ബോയ്സിന് കാണാൻ പറ്റി. അത് ഞാൻ എല്ലാവർക്കും നമുക്ക് ഡെലിവറി ബോയ്സിന് എല്ലാവരും കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോ അപ്പൊ ഞാൻ ബ്രോ എപ്പോഴാ കണ്ടത് ഹാപ്പി ക്രിസ്മസ്. വൈകിട്ട് കണ്ടില്ല, ഞാൻ വൈകിട്ട് ഇറങ്ങിയതാ. ദൂരോട്ടൊക്കെ ലോങ് അടിച്ചു വന്നു കേട്ടോ. പാർട്ട് ടൈം മാത്രമേ ഉള്ളൂ, 6 മണിക്ക് ശേഷം. ഇനി വലിയ ഓർഡർ കുറവായിരുന്നു, ഭയങ്കര കുറവാണ്. ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര കുറവായിരുന്നു. ഇല്ല എന്റെ വക ക്രിസ്മസിന് ഹാപ്പി ക്രിസ്മസ്. ഞാൻ എല്ലാവരും ഡെലിവറി ബോയ്സിനെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ കണ്ടായിരുന്നു വൈകിട്ട്. ഇല്ലില്ല വൈകിട്ടില്ലായിരുന്നു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഡെലിവറി ബോയ്സിനെല്ലാം കൊടുക്കും. സെക്കിയല്ലേ? ആ പുള്ളി സെക്കിയല്ലേ? ഹാപ്പി ക്രിസ്മസ് ഡെലിവറി ബോയ്സിനെല്ലാം ഞാനേ കേക്ക് എടുക്കുന്നുണ്ട്. ഡെലിവറി ബോയ്സ് നമ്മൾ കൂട്ടത്തിലുള്ള എല്ലാവർക്കും. അപ്പൊ ഞാൻ വൈകിട്ട് കണ്ടില്ല റോയെ. എല്ലാരും കൊടുക്കാൻ ഇവിടെ ഇപ്പൊ ഇവിടെ അല്ലേ എല്ലാരും കൂടുന്നേ. ഓർഡർ കുറവല്ലേ? ഇനിയിപ്പോ വലിയ ഓർഡറൊന്നും കാണത്തില്ല. ഇറങ്ങി ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ എന്റെ ഇടയ്ക്ക് എല്ലാരെയും കാണുകയും ചെയ്യാം. ഇല്ലില്ല, ഞാൻ വൈകിട്ട് ഇറങ്ങിയതേ ഉള്ളു. പാർട്ട് ടൈമാ. ഞാൻ അവിടെ പോട്ടെ. ഹാപ്പി ക്രിസ്മസ് എന്റെ ഗേറ്റ്. ഞാൻ ഓർഡറിന് പോയിട്ട് വരുന്ന ഇപ്പൊ ഒന്നും അടിച്ചില്ല, വെയിറ്റ് ചെയ്യാ. അപ്പൊ ഓക്കെ ബ്രോ, ഹാപ്പി ക്രിസ്മസ്. ഇതാരിത്? ഹാപ്പി ക്രിസ്മസ്. വൈകിട്ട് ഉണ്ടായിരുന്നോ? വൈകിട്ട് ഉണ്ടായിരുന്നോ? ഇല്ല എന്നാ ഹാപ്പി ക്രിസ്മസ്. ഞാൻ എല്ലാം നമ്മുടെ ബോയ്സിന് എല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് വേറെ ആരും ഇല്ലല്ലോ കേക്ക് തരാൻ. ഞാൻ എവിടെ പോകാൻ ഇനിയിപ്പോ ഓർഡർ ഒന്നും ഇല്ല. എല്ലാരും ഇവിടെ കാണും. നമുക്ക് എല്ലാരും ഇവിടെ നിൽക്കുന്നു. കുറെ പേര് അവിടെ ചെയ്തോണ്ടിരിക്കുക. ഓർഡർ ഒന്നും കുറവായിരുന്നു.
അറിയത്തില്ല, അതൊന്നും നോക്കിയില്ല. എനിക്കിപ്പോ ലോൺ കിട്ടി, ഞാൻ ഇടയ്ക്കിടത്തുനിന്ന് പോരുന്നു. രാവിലെ ഇറങ്ങിയ ആ 7 മണി തൊട്ട് അടുത്ത സർജ്, അതാ നല്ലത്. ആ ഉം. 25-ാം തീയതി തൊട്ടിന് 1-ാം തീയതി വരെ നോക്കണം. ഹാപ്പി ക്രിസ്മസ്. ഓർഡർ ഉണ്ടോ? ഏതായാലും ഹാപ്പി ക്രിസ്മസ്. വൈകിട്ട് നമ്മൾ കണ്ടായിരുന്നോ? ആ, ഞാൻ വൈകിട്ട് നമ്മൾ ഡെലിവേഴ്സ് എല്ലാം കേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ കണ്ടില്ല. നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഓർഡർ ഇവിടെ കിട്ടി പോന്ന വഴി. അപ്പൊ ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.